നെക്സ്റ്റ് നമുക്ക് തുടങ്ങാനുള്ളത് BRL 101, അതായത് ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് യൂണിറ്റ് 1 റീറ്റെയിൽ സിനാരിയോ ആൻഡ് റീറ്റെയിൽ കൺസ്യൂമർ ആൻഡ് ഫോർമാറ്റ് ആൻഡ് മെർക്കൻഡൈസിങ് ആൻഡ് സ്റ്റോർ ഡിസൈൻ ആൻഡ് റീറ്റെയിൽ ഓപ്പറേഷൻ ആൻഡ് എൻവയോൺമെൻറ്റ്. ഓക്കെ, അതിൽ നമുക്ക് ഡെഫിനേഷൻ പഠിക്കണം. എങ്ങനെയാണ് ആ ഡെഫിനേഷൻ നിങ്ങൾക്ക് അറിയാലോ, മിസ് പറഞ്ഞത്. ഡെഫിനേഷൻ പഠിക്കണം, ദെൻ മീനിങ് പഠിക്കണം, ദെൻ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് പഠിക്കണം, ദെൻ എന്താണ് അതിൻ്റെ വിഷ്വൽ ഇംപ്രഷനും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. റീറ്റെയിൽ ചെയ്യുന്നത് ആരാണ് ഇതിൽ ഇമ്പോർട്ടൻസ് ആയിട്ട്, ആരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ചാപ്റ്റർ. നമുക്കറിയാം ഈ ബിസിനസ് മാനേജ്മെൻറ്റും അല്ലെ ബിസിനസ് ഡീല് പ്രധാനമായും കൺസ്യൂമറാണ് മെയിൻ കഥാപാത്രം. കൺസ്യൂമർ എന്ന് പറയുമ്പോൾ ഉപഭോക്താവ്, സാധനങ്ങൾ വാങ്ങുന്ന ആളാണ് കൺസ്യൂമർ. അപ്പോൾ ആ കൺസ്യൂമർ എങ്ങനെയാണ്, കൺസ്യൂമർ എന്ന് പറയുന്ന നമ്മുടെ ഉപഭോക്താവ് ഒരു ബിസിനസ് ഒരു ഷോപ്പിലേക്കോ അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് വന്ന് അദ്ദേഹം ചോയ്സ് ചെയ്യുന്ന ഓരോരോ പ്രൊഡക്റ്റും അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ആ റീറ്റെയിലിംഗ്, അതിൻ്റെ ഡയറക്റ്റ് സെല്ലിംഗ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കുറേ ഡയറക്റ്റ് സെല്ലിങ്ങിനെ പറ്റി തന്നെയാണ് കൂടുതലും നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ് എന്നാണ് ഇതിനെ മൊത്തത്തിൽ നമ്മൾ പറയുന്ന ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ മിസ് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ റീറ്റെയിൽ സിനാരിയോ. എന്താണ് റീറ്റെയിൽ സിനാരിയോ, വാട്ട് ഈസ് റീറ്റെയിൽ ആൻഡ് റീറ്റെയിൽ യൂണിറ്റ് 2 ആണ് റീറ്റെയിൽ കൺസ്യൂമർ, യൂണിറ്റ് 3 ആണ് റീറ്റെയിൽ ഫോർമാറ്റ്, യൂണിറ്റ് 5 ആണ് സ്റ്റോർ, റീറ്റെയിൽ സ്റ്റോർ ഡിസൈൻ ആൻഡ് യൂണിറ്റ് 6 ആണ് റീറ്റെയിൽ ഓപ്പറേഷൻ ആൻഡ് റീറ്റെയിൽ എൻവയോൺമെൻറ്റ്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ. ഓവർവ്യൂ ഓഫ് റീറ്റെയിൽ. ഫസ്റ്റ് റീറ്റെയിൽ സിനാരിയോ. വാട്ട് ഈസ് റീറ്റെയിൽ സിനാരിയോ ആൻഡ് വാട്ട് ഈസ് റീറ്റെയിൽ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നു. ഓക്കെ, ഇതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ. നമ്മൾ എല്ലാ ചാപ്റ്ററും ചെയ്യുന്നത് പോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഇൻട്രൊഡക്ഷൻ, മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് റീറ്റെയിലിംഗ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലിംഗ്, എമർജൻസ് ഓഫ് ആൻഡ് ട്രെൻഡ് ഓഫ് റീറ്റെയിലിംഗ്, factors influencing the growth of retail, challenges for retail and impact of economic liberalization, and let's sum up and keywords and terminal question. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇതിൽ ഡിഫൈൻ റീറ്റെയിലിംഗ് ആൻഡ് ഔട്ട്ലൈൻ ഇമ്പോർട്ടൻസ് ഓഫ് എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് റീറ്റെയിലിംഗ്. അതിൽ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. വാട്ട് ഈസ് റീറ്റെയിൽ, ഇതിന് ഡെഫിനേഷൻ എന്താണ്? ഡെഫിനേഷൻ മിസ് വായിച്ചുതരാം. റീറ്റെയിൽ ഇൻഡസ്ട്രി ഹൈലി ലേബർ retail industry is highly labor intensive industry which makes the largest private sector entry in India. നമ്മൾ ഇന്ത്യ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റിംഗ്, നമ്മൾ ഇന്ത്യയിലുള്ള മാർക്കറ്റിങ്ങും ഇന്ത്യയിലുള്ള റീറ്റെയിൽ ബിസിനസ്സിൻ്റെ ഗ്രോത്തും ഒക്കെ തന്നെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റീറ്റെയിൽ ഇൻഡസ്ട്രി ഈസ് എ ഹൈലി ലേബർ intensive industry which makes in the largest private sector entry in India. നമ്മുടെ ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടർ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? ലാർജസ്റ്റ് നമ്പർ ഓഫ് എന്താ ഉള്ളത്? നമ്മുടെ ആരുള്ളത്? തൊഴിലാളികൾ. അതുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, വേണ്ട ഇൻഡസ്ട്രി. ലേബേഴ്സ് വേണം. ലേബേഴ്സ് മീൻസ് തൊഴിലാളികൾ. ലേബേഴ്സ് ഇൻറ്റൻസീവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലേബേഴ്സിൻ്റെ കണ്ടന്റ് കൂടിയാൽ മാത്രമേ നമ്മൾ ഇൻഡസ്ട്രി എന്തായി പോകുന്നുള്ള സ്മൂത്തായിട്ട് മുന്നോട്ട്. പ്രത്യേകിച്ചും ഇന്ത്യൻ ഇൻഡസ്ട്രി. നമ്മൾ അമേരിക്കൻ ഇൻഡസ്ട്രി, ഇംഗ്ലണ്ടിലൊക്കെ ഉള്ള ഇൻഡസ്ട്രി, വ്യവസായ വിപ്ലവമൊക്കെ നടന്നത് ഇംഗ്ലണ്ടിലാണെന്നൊക്കെ പറയാം അല്ലേ? വ്യവസായം, ഇൻഡസ്ട്രീസ്. അപ്പോൾ ഈ വ്യവസായത്തിൽ വിപ്ലവം നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രോത്ത് നടക്കുക എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. ഡെവലപ്പ് ആവുക, എല്ലാത്തരം മെഷീൻസൊക്കെ കണ്ടുപിടിക്കുക. അപ്പോൾ എന്താവും, നമ്മളെ റോ മെറ്റീരിയൽസ് കൂടുതൽ കിട്ടുക, കൂടുതൽ എന്താവുക, പെട്ടെന്ന് ലേബേഴ്സൊക്കെ പെട്ടെന്ന് എന്താവുക, നോളജ് കൊണ്ട് അവർ പലതും കണ്ടുപിടിക്കുക. ലേബേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് സ്പീഡ് ജോലി ചെയ്യുക. പിന്നെ അതുകൊണ്ട് കൂടുതൽ പ്രൊഡക്റ്റ് വരിക. ദെൻ കൂടുതൽ മെഷീൻസ് വരിക, കൂടുതൽ പ്രൊഡക്റ്റ് വരിക. ഇതിനൊക്കെ ലാസ്റ്റ് റിസൾട്ട് എന്താണ്? ദ ഡെവലപ്പ് ഓഫ് ഇൻഡസ്ട്രി. അത് പലതരം ഇൻഡസ്ട്രീസ് ആവാം അല്ലേ? നമ്മുടെ എന്താവാം, ചെറുകിട വ്യവസായങ്ങളും വൻകിട വ്യവസായങ്ങളും. നമ്മുടെ ഇന്ത്യയിൽ ചെറുകിട വ്യവസായങ്ങളും എല്ലാം ഉണ്ട്. എന്നാലും നമ്മുടെ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിൻ്റെ അത്ര ഇല്ലെങ്കിലും നമ്മുടെ ലോകത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഒരു മേഖല റീറ്റെയിൽ പ്രൊഡക്റ്റും അങ്ങനെയുള്ള പ്രൊഡക്ട്സ് കൺസ്യൂമർ സെല്ലിങ്ങും എല്ലാം സ്മൂത്തായി നടന്നാൽ മാത്രമേ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് മാർക്കറ്റിങ്ങിൽ പിടിച്ചു നിൽക്കാം, നമ്മുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോരോ സോഴ്സും ഓരോ കണ്ടൻറ്റും ഓരോ നോളജുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.
അതിൽ തന്നെ റീറ്റെയിൽ ഇൻഡസ്ട്രി, അതായത് ഉപഭോക്താവിന് നേരിട്ട് ഡയറക്റ്റ് സെല്ല് ചെയ്യുന്നതാണ് റീറ്റെയിൽ എന്ന് പറയുന്നത് അല്ലേ. ഒരു എക്സാമ്പിൾ, റീറ്റെയിൽ ഇൻഡസ്ട്രിക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മാർക്കറ്റ്, ആ മാർക്കറ്റ് വെജിറ്റബിൾ ആണ് ഒരു കൺസ്യൂമർ വാങ്ങുന്നതെങ്കിൽ, അത് മീൻസ് ഒരു ഉപഭോക്താവ് വെജിറ്റബിൾ നേരിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ പോയി നേരിട്ട് പച്ചക്കറി വെജിറ്റബിൾ വാങ്ങി വീട്ടിൽ ചെന്നിട്ട് അത് ഫുഡ് ഉണ്ടാക്കി കറിയൊക്കെ വെച്ച് കഴിക്കുന്നു. ദാറ്റ് ഈസ് റീറ്റെയിലിംഗ്. നേരിട്ട് ഡയറക്റ്റായിട്ട് പോയി സെല്ല് ചെയ്ത് വാങ്ങുന്ന ആ ഒരു സമ്പ്രദായത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയെ, പ്രോസസ്സിനെ എന്തെന്ന് പറയുന്നു, റീറ്റെയിലിംഗ് എന്ന് പറയുന്നു. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഇൻഡസ്ട്രി, ഇന്ത്യൻ ഇൻഡസ്ട്രി. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ലെവലാണ് എന്ത്, നമ്മുടെ റീറ്റെയിലിംഗ് ബിസിനസ് എന്ന് പറഞ്ഞാൽ, ചെറുകിട വ്യവസായങ്ങളൊക്കെ പ്രത്യേകിച്ചും. റീറ്റെയിൽ ഇൻഡസ്ട്രി ഈസ് എ ഹൈലി ലേബർ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രി വിച്ച് മേക്സ് ഇറ്റ് ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ എൻട്രി ഇൻ ഇന്ത്യ. ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടറിലാണ് ഇഷ്ടം പോലെ ആരുള്ള തൊഴിലാളികളത്. ഇറ്റ് പെർഫോംസ് എ ഫോക്കൽ ഫംഗ്ഷൻ ഓഫ് കണക്ടിങ് ദി പ്രൊഡക്റ്റ് വിത്ത് കസ്റ്റമർ, പെർഫോമിംഗ് ദ സപ്പോർട്ടിംഗ് റോൾ ഓഫ് economic growth and country, which includes providing employment and creating infrastructure. The sector accounts of generating the largest employment in India after agriculture. അല്ലേ, നമുക്കറിയാം നമ്മുടെ ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതൽ നിലനിൽക്കുന്ന, തൊഴിലില്ലായ്മ ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതുകൊണ്ട് തന്നെ റീറ്റെയിൽ ഭാഗത്തേക്ക് ബിസിനസ് തുടങ്ങാനും മറ്റും പല ചെറുകിട വ്യവസായക്കാർക്കും എന്താണ് ഉത്സാഹമാണ്. The sector accounts generate a largest employment in India. The sector accounts generating the largest employment after agriculture. In fact, സത്യം പറഞ്ഞാൽ എന്താണ്, the word retail is derived from the French word. സത്യം പറഞ്ഞാൽ ഈ വേർഡ് വന്നത് എവിടെ നിന്നാണ്, റീറ്റെയിൽ എന്ന വേർഡ് വന്നത് മീനിങ് കട്ട് അഗെയിൻ എന്നാണ് അതിൻ്റെ മീനിങ്, ടു കട്ട് അഗെയിൻ. ഓക്കെ, ഇൻഫാക്ട് ദ വേൾഡ് റീറ്റെയിൽ ഫ്രഞ്ച് വേർഡ്, അത് ഗ്രീക്ക് എന്നാണ് അധികം വേർഡ്സ് വരിക അല്ലേ. നമ്മൾ പഠിച്ച അധികം വേർഡ്സ് ഡിറൈവ് ഫ്രം ഗ്രീക്ക് എന്നാണ് പഠിച്ചത്. ഇതിൽ നമ്മൾ ഡിറൈവ് ഫ്രം എന്താണ് പറയുന്നത്, ഡിറൈവ് ഫ്രം ഫ്രാൻസ്, റീറ്റെയിലർ മീനിങ് ഓഫ് ടു കട്ട് അഗെയിൻ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഡെഫിനിഷനിൽ എഴുതുക. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് റീറ്റെയിൽ ഈസ് കട്ട് അഗെയിൻ, ആൻഡ് ഇറ്റ് derived from the French word retailer. ഓക്കെ, ടു ബ്രേക്ക് എന്നൊരർത്ഥം കൂടി, തകർക്കുക എന്നുള്ളൊരർത്ഥം കൂടി ഉണ്ട്. സം ഓഫ് ദ കട്ട് ഫങ്ഷൻസ് റീറ്റെയിൽ പെർഫോം ഇൻക്ലൂഡഡ്, അതായത് കട്ട് എന്നതും കൂടി ഇൻക്ലൂഡഡ് ആണ് അർത്ഥം. ഓക്കെ, എന്താണ് റീറ്റെയിലിൻ്റെ അർത്ഥം, ടു കട്ട് അഗെയിൻ. അപ്പോൾ കട്ട് എന്നത് ആ ഒരു മീനിങ് എന്താണ്, റീറ്റെയിൽ മീനിങ് ഓഫ് കട്ട് അഗെയിൻ, ടു ബ്രേക്ക് ഫുൾ. സം ഓഫ് ദ കട്ട് ഫങ്ഷൻ റീറ്റെയിൽ ഫ്രം ഇൻക്ലൂഡഡ് സ്റ്റോറിങ് ആൻഡ് പാക്കേജിങ് ആൻഡ് സെല്ലിങ്. സ്റ്റോർ ചെയ്യുക, പാക്ക് ചെയ്യുക, സെല്ല് ചെയ്യുക അല്ലേ. സ്റ്റോർ ചെയ്യുക, നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്യുക, സ്റ്റോർ പ്ലസ് പാക്ക് പ്ലസ് സെല്ല് ചെയ്യുക. അതായത് സാധനങ്ങൾ നമ്മൾ എന്താ, പ്രൊഡക്റ്റ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അത് ഉണ്ടാക്കണം. പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രൊഡക്റ്റ് നമ്മൾ നിർമ്മിക്കണം. ഓക്കെ, അതിൽ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ എന്താക്കണം, ലാസ്റ്റാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, സെയിൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞത്, ടു കോൺട്രിബ്യൂട്ട്, അതിന് മുമ്പ് എന്താ പറഞ്ഞത്, ടു പാക്ക് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ആൻഡ് സ്റ്റോർ ചെയ്യണം, പിന്നെ പാക്ക് ചെയ്യണം, ദെൻ സെല്ല് ചെയ്യണം, ആൻഡ് സ്മോൾ ക്വാളിറ്റി ഓഫ് ദ ഫൈനൽ കൺസ്യൂമർ, ദസ് adding the value. All these activities makes this industry contributed more than 10% in Indian GDP. You would also appreciate the Indian real industry expected to grow of USS of ഇത് USS നമ്മളെ ഇന്ത്യയിലെ ആ ഒരു ശതമാനം പെർസെൻറ്റേജ് എത്രത്തോളമാണെന്നുള്ളത് കണക്കാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, GDP എന്ന് പറഞ്ഞത് ഗ്രോത്ത് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടതാണ് റീറ്റെയിലിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ എക്കണോമിക് ഗ്രോത്തും ഹെൽത്തും എന്താ പറയുക, എല്ലാം ഗ്രോത്ത് ആവണമെങ്കിൽ, അതായത് നമ്മൾ നേരിട്ട് റീറ്റെയിലിംഗ് എന്നുള്ള ആ പ്രക്രിയ സ്മൂത്തായി നടന്നെങ്കിൽ മാത്രമേ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉയർച്ച ഉണ്ടാവൂ. ആ കമ്മ്യൂണിറ്റി ഉയർച്ച തന്നെയാണ് നമ്മുടെ എന്തിൻ്റെ ഡിസ്ട്രിക്ട് വൈസ് നോക്കുമ്പോൾ, റീറ്റെയിൽ നോക്കുമ്പോൾ ഗ്രോത്ത് ആയാൽ സ്റ്റേറ്റ് വൈസ് ഗ്രോത്ത് ആവുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ നമ്മുടെ രാജ്യം, നമ്മുടെ റിസൾട്ട് എന്താ, നമ്മുടെ ഇൻഡസ്ട്രി അതായത് വ്യാവസായികപരമായി എന്താവണം, ഗ്രോത്ത് ഡെവലപ്പ് ആവണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിക് തുടർന്ന് റീറ്റെയിൽ ബിസിനസ് എന്നാണ്. ഓക്കെ, ഇതിൽ പറയുന്ന ഫാക്ടേഴ്സ് ഡിറൈവിംഗ് ഗ്രോത്ത് ഓഫ് ദ ഓർഗനൈസ്ഡ് ഇന്ത്യൻ റീറ്റെയിൽ മാർക്കറ്റ്. ഇന്ത്യൻ റീറ്റെയിൽ മാർക്കറ്റിൻ്റെ പ്രത്യേക ഫാക്ടേഴ്സ്, സ്പെഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ഇതിൽ പറയുന്നത് വേരിയസ് സെക്ടേഴ്സ് ഓഫ് റീറ്റെയിലിംഗ്. അത് ഫാക്ടേഴ്സിന് മുൻപേ നമ്മൾ മുൻപേ പഠിക്കേണ്ട വേറൊരു പോയിൻ്റാണ്.
വാരിയസ് സെക്ടേഴ്സ് ഇൻ റീറ്റെയിലിംഗ്. ഓക്കെ, ഇതിലൊന്നാമത്തത് ഫുഡ് ഫാക്ടേഴ്സ്, കൺസ്യൂമർ ഡ്യൂറബിൾസ് ആൻഡ് ഫർണിച്ചർ ആൻഡ് ഫാഷൻ ആൻഡ് ആക്സസറീസ് ആൻഡ് ബുക്സ് ആൻഡ് മ്യൂസിക്. ഓക്കെ, ബുക്സ് ആൻഡ് മ്യൂസിക്. അപ്പോൾ ഇന്ത്യൻ റീറ്റെയിലിംഗ് വരുന്ന ഏതൊക്കെ മേഖലകളിലാണ്? ദെൻ ഫുഡ് ഐറ്റംസിൽ നമ്മൾ പറഞ്ഞു, പച്ചക്കറികളൊക്കെ ഫുഡ് ഐറ്റം, പച്ചക്കറി മാത്രമല്ല അല്ലാത്ത ധാന്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്ന് കൺസ്യൂമർ നേരിട്ട് പോയി സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത്, അല്ലേ, യൂസ് ചെയ്യുന്നതാണ് റീറ്റെയിൽ ബിസിനസ് എന്ന് പറയുന്നത്. അതിൻ്റെ എന്തൊക്കെയാണ് വാങ്ങുക, കൺസ്യൂമർ വാങ്ങുന്ന മേഖലകൾ, ഫർണിച്ചർ ഒരു മേഖലയാണ്, ഫുഡ് ഒരു മേഖലയാണ്, ദെൻ നെക്സ്റ്റ് ഫാഷൻ്റെ അതായത് ഡ്രസ്സ് മെറ്റീരിയൽസ് വാങ്ങുന്ന ഒരു മേഖലയാണ്, ദെൻ ബുക്സ് വാങ്ങുന്നത് ഒരു മേഖലയാണ്, മ്യൂസിക് ഐറ്റംസ് വാങ്ങുന്നത് വേറെ മേഖലയാണ്. അപ്പോൾ ഇത്തരം എല്ലാ മേഖലകളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ മുന്നോട്ട് പോകുന്നത്, നമ്മുടെ റീറ്റെയിൽ പ്രോസസ് ഓർ റീറ്റെയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഫാക്ടേഴ്സ്. അപ്പം മിസ് ഇപ്പോൾ ഇത് പറഞ്ഞത് എന്താ? വാരിയസ് സെക്ടേഴ്സ് ഇൻ റീറ്റെയിലിംഗ്. അപ്പോൾ വാരിയസ് സെക്ടേഴ്സ് ഇൻ റീറ്റെയിലിങ്ങും ഫാക്ടേഴ്സ് ഓഫ് റീറ്റെയിലിങ്ങും രണ്ടാണ്. ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഫാക്ടേഴ്സ് ഓഫ് റീറ്റെയിലിങ്ങും ആൻഡ് വേരിയസ് സെക്ടേഴ്സ് ഇൻ റീറ്റെയിലിങ്ങും രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ സെക്ടേഴ്സ് ഇൻ റീറ്റെയിലിങ്ങിനാണ് മിസ് ഓരോ ആരോ മാർക്ക് അല്ലെ റൗണ്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ഫർണിച്ചർ ആൻഡ് ഫാഷൻ മാർക്ക്, ഇത് എന്താ വാങ്ങുന്നത്, ഫുഡ് ഐറ്റംസ് വാങ്ങുന്നുണ്ട്, ബുക്സ്, മ്യൂസിക്, ഇതൊക്കെ എഴുതുക. നെക്സ്റ്റ് ഇതിൽ ഫാക്ടേഴ്സ് ഡ്യൂറിങ് ഗ്രോത്ത് ഇൻ ഓർഗനൈസ്ഡ് റീറ്റെയിലിൽ പറയുന്നത് എക്കണോമിക് ഗ്രോത്ത്, ഹെൽത്ത്, ചേഞ്ചിങ് ഇൻ കൺസ്യൂമർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. അതായത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ? കൺസ്യൂമറുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണ്. കൺസ്യൂമറിൻ്റെ ചോയ്സ് ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. കൺസ്യൂമറാണ് നമ്മുടെ മെയിൻ ഉപഭോക്താവ്, മെയിൻ നമ്മൾ കാണുന്നത്, നമ്മൾ ഈ ഒരു മാർക്കറ്റിംഗ് മേഖലയിൽ നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് കൺസ്യൂമറാണ്. കൺസ്യൂമറെ മാത്രമല്ല, അത് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, കൺസ്യൂമർ എങ്ങനെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്, അത് പ്രിഫറൻസ് ആണ്. എന്താണോ ആദ്യം തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ സംഭവം തെരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നത് അല്ലേ. ചേഞ്ചിങ് കൺസ്യൂമർ ആൻഡ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും ഫസ്റ്റ് രണ്ടാമത്തെ പോയിന്റ് ഹെൽത്തി ആണ്, മൂന്നാമത്തെ പോയിന്റ് എക്കണോമിക് ഗ്രോത്ത്, നാലാമത്തെ പോയിന്റ് ഡെമോഗ്രാഫിക് പ്രൊഫൈൽ, നെക്സ്റ്റ് പോയിന്റ് ഇൻക്രീസിങ് ഡിസ്പോസിബിൾ ഇൻകം, നെക്സ്റ്റ് അർബണൈസേഷൻ. ഓക്കെ, അപ്പോൾ മിസ് എത്ര പോയിന്റാണ് പറഞ്ഞത്? 8 പോയിന്റ് പറഞ്ഞു. അതായത് ചോദ്യം എന്താണ് പറഞ്ഞത്? ഫാക്ടേഴ്സ് ഡ്യൂറിങ് ഗ്രോത്ത് ഓഫ് ഓർഗനൈസ്ഡ് ഇന്ത്യൻ റീറ്റെയിൽ മാർക്കറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി വെക്കുക അല്ലെങ്കിൽ എവിടെ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ പോയിന്റ് വൈസ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ക്ലാസ് മനസ്സിലായി നിങ്ങൾക്ക് പെട്ടെന്ന് പോയിന്റ് വൈസ് ആൻസർ ചെയ്യാൻ പറ്റും. ഫാക്ടേഴ്സ് ഡ്യൂറിങ് ഗ്രോത്ത് ഇൻ ഓർഗനൈസ്ഡ് ഇന്ത്യൻ റീറ്റെയിൽ മാർക്കറ്റ്. അതിൽ ഫസ്റ്റ് ഈസ് ഹെൽത്തി, സെക്കൻഡ് ഈസ് എക്കണോമിക് ഗ്രോത്ത്, തേർഡ് ഈസ് ചേഞ്ചിങ് ഡെമോഗ്രാഫിക് പ്രൊഫൈൽ. ഓക്കെ, ചേഞ്ചിങ് ഡെമോഗ്രാഫിക് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് ഈ റീറ്റെയിൽ ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോൾ ഒരാളൊരു സ്വന്തം റീറ്റെയിലായിട്ട് പീടി തുടങ്ങി, അത് അവിടെ തന്നെ തുടങ്ങുന്നില്ല, അവരുടെ ക്ലൈമറ്റ് ചേഞ്ച് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നൊക്കെ വരിക്കും. അപ്പോൾ അതൊരു പ്രക്രിയ തന്നെയാണ്. നെക്സ്റ്റ് ഇൻക്രീസിങ് അർബണൈസേഷൻ നോർമലി പറയുന്നതാണ് അർബണൈസേഷൻ. അതായത് എന്താ പറയുക, അർബണൈസേഷൻ, നഗരവൽക്കരണത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ത്? റീറ്റെയിലിംഗ്. ഓക്കെ, ഫാക്ടേഴ്സ് ഡ്യൂറിങ് ഗ്രോത്ത് ഇൻ ദ ഓർഗനൈസ്ഡ് ഇന്ത്യൻ റീറ്റെയിൽ മാർക്കറ്റ്. അതായത് നമ്മുടെ ഇന്ത്യൻ റീറ്റെയിൽ മാർക്കറ്റിൻ്റെ ഗ്രോത്ത് ഉണ്ടാവാനുള്ള ഫാക്ടേഴ്സാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക, ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ, അതായത് ഇന്ത്യൻ വ്യവസായ മേഖലയിൽ റീറ്റെയിൽ മാർക്കറ്റിങ്ങിന് ഗ്രോത്ത് ഉണ്ടാവാനുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് നമ്മൾ പറയുന്നത്? അപ്പം നമ്മൾ പറഞ്ഞത് മിസ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ച് നോട്ട് എഴുതിയെടുക്കുക. ദ ഫസ്റ്റ് ഈസ് ഹെൽത്ത്. നമുക്ക് എന്ത് വേണം? ഹെൽത്ത്. ആരോഗ്യമുണ്ട്. റീറ്റെയിൽ പ്രൊഡക്റ്റ് ഈ ഒരു പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ആര് വേണം? നമുക്ക് അവർക്ക് ആരോഗ്യം വേണം. സെക്കൻഡ് വൺ ഈസ് എക്കണോമിക് ഗ്രോത്ത് വേണം. അവർക്ക് അത് ബേസിക്കലി അങ്ങനെ ഒരു കട തുടങ്ങണമെങ്കിൽ അവർക്ക് എന്തിറക്കണം? ക്യാഷ് ഇറക്കുക, അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് നിർബന്ധമാണ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് increasing